مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, അതുപോലെ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് മാസം ഉടനീളം ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ റമദാനെ സ്വാഗതം ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞങ്ങൾ റമദാൻ മാസത്തിലാണ് നിലകൊള്ളുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോമ്പിനെ നിർബന്ധമാക്കിയത്? എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ സുബഹി മുതൽ മഗ്‌രിബ് വരെ ഇങ്ങനെ പട്ടിണി ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ പാനീയങ്ങളൊന്നും കുടിക്കാതെ ഇങ്ങനെ പട്ടിണി ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 153-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ റമദാൻ മാസത്തിൽ നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം പറയുന്നത് ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു വിഷയമാണ് ലഅല്ലകും തത്തഖൂൻ. ഈ നോമ്പ് ഞങ്ങൾക്ക് നിർബന്ധമാക്കിയത് ഞങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എന്താണ് തഖ്വ? ആരാണ് കൂടുതലായി സ്വർഗ്ഗത്തിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നവർ ആരാണെന്ന് അല്ലാഹു റസൂലിനോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഉത്തരം കൊടുക്കുന്നു, അത്തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുൽഖ്. ആരാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നത്, ആരാണ് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നത്, അവരാണ് കൂടുതലായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മറുപടി നൽകുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റമദാൻ മാസത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൂടുതലായി പ്രേരിപ്പിക്കുന്നത് മഗ്ഫിറത്തിന് വേണ്ടിയാണ്. ഓരോ മുസ്ലിമിന്റെയും ഓരോ മുഅ്മിനിന്റെയും ആഗ്രഹമാണ് മരിച്ചതിന്റെ ശേഷം ഞങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്ന്. ഇങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ചില കണ്ടീഷനുകൾ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وسارعوا إلى مغفرة من ربكم وجنات جنات أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, തെറ്റ് ചെയ്തവരെ വിളിച്ചു പറയുന്നു, നിങ്ങൾ തെറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് അല്ലാഹുവിലേക്ക് മടങ്ങുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലാഹുവിലേക്ക് നിങ്ങൾ പൊറുക്കലിനെ ചോദിച്ച് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തരുന്നവനാണ്. എന്നിട്ട് സ്വർഗത്തെ കുറിച്ച് പറയുന്നു, സ്വർഗത്തിലുള്ള ഇങ്ങനെ പച്ചപ്പുകളെ കുറിച്ച്, സ്വർഗത്തിലുള്ള ഗാർഡനിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു അവസാനമായി പറയുന്നത് ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. ഇതൊക്കെയും ഉള്ളത് ആരാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നു, ആ തഖ്വയുള്ള മുത്തഖീങ്ങൾക്കാണ്. എന്നിട്ട് പറയുന്നു, എങ്ങനെയുള്ള മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. അവർ അല്ലാഹു അവർക്ക് നൽകിയ സമ്പത്തിൽ പാവപ്പെട്ടവനും പണക്കാരനും അവൻക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ അവൻ അതിനെ സ്വതക്ക കൊടുക്കുകയും അവൻ അതിനെ ദീനിന് വേണ്ടി ചെലവഴിക്കുകയും അവന്റെ കുടുംബത്തിലുള്ള പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അവനാണ് മുത്തഖി, അവനാണ് തഖ്വയുള്ളവൻ, അവനക്കാണ് സ്വർഗ്ഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് പറയുന്നു, സ്വന്തം ദേഷ്യപ്പെടുമ്പോൾ, അർസ് വരുമ്പോൾ, ചൊടി വരുമ്പോൾ അതിനെ പിടിച്ചു വെച്ച് സ്വബർ കൊണ്ട് അതിനെ പുറത്തതിനെ പ്രതികാരം കാണിക്കാതെ അതിനെ പിടിച്ചു വെക്കുന്നവനാണ്, അവനാണ് തഖ്വയുള്ളവൻ, അവനാണ് നാളെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവൻ എന്ന് പറയുന്നുണ്ട്. എന്ന് വീണ്ടും പറയുന്നു, ഞങ്ങൾ ജനങ്ങളെല്ലാവരും ഒരു പക്ഷേ സ്വതക്ക നൽകാം,
ചൊടി വരുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അതിനെ പിടിച്ചു വെക്കാം. പക്ഷേ ഈ മൂന്നാമത്തെ കാര്യം ചെയ്യാം നിങ്ങൾ എല്ലാവരും മടിക്കുന്നവരാണ്. ജനങ്ങൾക്ക് പൊറുത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനടുക്കൽ വലിയ ഒരു പോരിശമുള്ള ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് നിങ്ങൾ പൊറുത്തു കൊടുക്കുക എന്നുള്ളത് അത് തഖ്വയുടെ ഒരു മുത്തഖിയുടെ ലക്ഷണമാണെന്ന് അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇത്തരത്തിലുള്ള മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റമദാൻ മാസത്തിൽ തഖ്വയുള്ളവരായി ജീവിക്കുക അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല നാം നോക്കിയ എല്ലാ നോമ്പ് അല്ലാഹു നമ്മിൽ കബൂലാക്കുമാറാവട്ടെ. നാം ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.